നമസ്കാരം. 1,00,000 കണ്ടെയ്നർ വാർത്തകൾക്കിടയിൽ നമ്മൾ 5,00,000 കണ്ടെയ്നർ കഥ വിട്ടുപോയി. സെയിൽകമന്ററി ആരംഭിക്കുന്നു. കഴിഞ്ഞ 3-ാം തീയതി നമ്മൾ 5,00,000 എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടു. അതിനത്ര വലിയ പ്രാധാന്യം എവിടെയും കണ്ടില്ല. പക്ഷെ ഒരു പോർട്ട് പ്രവർത്തനം തുടങ്ങി 9 മാസമാകുമ്പോൾ, സാങ്കേതികമായാണ് പറയുന്നത്, 9 മാസമൊന്നും ആയിട്ടില്ല, എന്നാൽ പോലും നമുക്കങ്ങനെ പറഞ്ഞേ പറ്റൂ. ഇനി ജൂലൈ 11 നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമ്മുടെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ ഒരു പോർട്ട് 3-ാം തീയതി നമ്മുടെ ഡിലറ്റ, എംബസി ഡിലറ്റ, അവരുടെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒരെണ്ണം വന്നു പോയതോടുകൂടി 246-ാമത്തെ കപ്പൽ 5,01,847 കണ്ടെയ്നറുകൾ പൂർത്തിയാക്കി. എന്ന് പറഞ്ഞാൽ 5,00,000 കടന്നു. ഇതൊരു നിസ്സാര നേട്ടമല്ല. പക്ഷേ ആ നേട്ടത്തിന് അതിനർഹിക്കുന്ന പ്രാധാന്യം എവിടെയും കണ്ടില്ല. ഒരു പോർട്ടിന്റെ ആദ്യ വർഷത്തിൽ തന്നെ, ആദ്യത്തെ 9 മാസത്തിനുള്ളിൽ തന്നെ 5,00,000 കടന്ന ചരിത്രമുണ്ടോ എന്ന് അതാത് പോർട്ടുകളൊന്ന് അന്വേഷിക്കുക. നമ്മൾ ആരുമായിട്ട് താരതമ്യം ചെയ്യാനോ, ഏതെങ്കിലും പോർട്ട് ചെറുതാണോ ഏതെങ്കിലും പോർട്ട് വലുതാണോ എന്ന് പറയാനല്ല. നമുക്ക് ആകെയുള്ള ഒരു 2 വാർഫ്, ഈ 2 വാർഫിൽ പോലും ഡിലറ്റ ഉണ്ടായിരുന്ന സമയത്ത് MSC മോണിക്കയ്ക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബർത്തിന്റെ പരിമിതി ഇപ്പോഴുമുണ്ട്. അതിജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പോർട്ട് 5,00,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പക്ഷെ അത് പല വാർത്തകൾക്കിടയിൽ അത് മുങ്ങിപ്പോയി. ഞാനിത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഒരു വെല്ലുവിളിയുടെ കഥ കൂടി അതിനകത്തുണ്ട്. ഈ പോർട്ട് വരരുതെന്ന് ആഗ്രഹിച്ച മറ്റു ചില പോർട്ടുകൾ, മറ്റു ചില രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു സെയിൽകമന്ററിയുടെ തുടക്കത്തിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു. അവിടെ ആ പോർട്ടിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നവരാണ്. ഞാൻ പോർട്ടിന്റെ പേരോ അദ്ദേഹത്തിന്റെ പേരോ ഒന്നും പറയുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ആ പോർട്ട് എന്നെ കുറിച്ച് കൂടുതൽ അറിയണം, അന്വേഷിക്കണം എന്നുള്ള ഒരു ചുമതല ഇദ്ദേഹത്തെ, അല്ലെങ്കിൽ ഇദ്ദേഹം അടങ്ങുന്ന ടീമിനെ ഏൽപ്പിച്ചിരുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഒരുപക്ഷെ തുറമുഖത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന സമയത്തായിരിക്കാം. അപ്പോൾ ആ ടീം, അവർ എന്നെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എടുത്ത് ആ കമ്പനിക്ക്, ആ രാജ്യത്തിന് നൽകുന്നു എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ നാട്ടിനകത്തുള്ളതല്ലെന്ന് മനസ്സിലായല്ലോ, ഒരു വിദേശ രാജ്യം. ആ പറഞ്ഞ കൂട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അതറിയില്ല, ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഞങ്ങളത് നിർവഹിച്ചു കൊടുത്തു, അതിനപ്പുറം കൂടുതൽ അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്, ഈ തുറമുഖം ഒരു കാലത്തും വയബിൾ ആവില്ല. മറ്റു പോർട്ടിലിരുന്ന് പോർട്ട് എന്താണ്, കപ്പൽ എന്താണ്, ചരക്കെന്താണ്, കണ്ടെയ്നർ എന്താണ് എന്നെല്ലാം അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ തുറമുഖം ഒരിക്കലും വയബിൾ ആവില്ല, പരമാവധി നിങ്ങൾക്ക് ഒരു 5,00,000 കണ്ടെയ്നറുകൾ കിട്ടിയേക്കാം. അതും പ്രധാനമന്ത്രിയായിരിക്കുന്നയാൾ, ഇത് നടത്തിപ്പുകാരന്റെ ബന്ധുവല്ല, അതിനേക്കാൾ വേണ്ടപ്പെട്ടയാളാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം ഉപയോഗപ്പെടുത്തി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കുറച്ച് കപ്പലുകൾ ഇങ്ങോട്ട് വിട്ട് ഒരു വർഷം നിങ്ങൾക്ക് പരമാവധി 5,00,000 കണ്ടെയ്നറുകൾ, അതിനപ്പുറം ഒന്നും പോകാൻ യാതൊരു സാധ്യതയുമില്ല. ഈ സംഭവം ഓർമ്മ വരാൻ കാരണം, ഇവിടെ 9 മാസമായപ്പോൾ തന്നെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1-2 മാസമായിട്ടാണ് MSC ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഈ ടെർമിനൽ സീരിയസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജെയ്ഡ് സർവീസും ആഫ്രിക്കൻ എക്സ്പ്രസും കരിയോക്കയും ഒക്കെ വരാൻ, ഡ്രാഗണും ഒക്കെ വരാൻ തീരുമാനിച്ചതോടു കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം, 1-2 മാസത്തെ പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഗൗരവമായി പോർട്ടിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്.
എന്നാൽ പോലും നമ്മൾ 9 മാസം എന്ന് തന്നെ പറയുന്നു. ഈ 9 മാസത്തിനിടയ്ക്ക് 5 ലക്ഷം പിന്നിട്ടു. ഇനിയും കിടപ്പുണ്ട് നമുക്ക് 3.5 മാസത്തോളമുണ്ട്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഒരു 8.5 ലക്ഷം. ആദ്യത്തെ വർഷം ഗേറ്റ് വേ കാർഗോ ഇല്ല, പുറത്തോട്ടും അകത്തോട്ടും പോകുന്നില്ല. ട്രാൻസ്ഷിപ്മെന്റ് മാത്രമായിട്ട് 8.5 ലക്ഷമോ കാർഗോ കൈകാര്യം ചെയ്യാനുള്ള ഒരു വേഗതയിലാണ് ഇപ്പോൾ തുറമുഖം പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ സുഹൃത്ത് ഇത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ 5 ലക്ഷം എന്ന് പറയുന്ന ആ മൈൽ സ്റ്റോൺ നമ്മുടെ തുറമുഖം പിന്നിട്ട് കഴിഞ്ഞു. ആ വിവരം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്, വ്യക്തിപരമായി നിങ്ങളെ അറിയിക്കാനാണ് ഈ കഥ ഇപ്പോൾ ഒന്നുകൂടി, ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയുന്നത്. ഇനി 2 ബർത്ത് 4 ബർത്താവുകയും 6 ബർത്താവുകയും 8 ബർത്താവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ തുറമുഖം കൈകാര്യം ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ പ്ലസ് ഗേറ്റ് വേ കാർഗോ എന്തായിരിക്കും, ഈ നാടിന് നൽകാൻ പോകുന്ന സംഭാവനകൾ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ആദ്യത്തെ 9 മാസം കൊണ്ട് നേടിയ ഈ 5 ലക്ഷം എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ തുറമുഖത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ ഗൗരവത്തോടുകൂടി ഒന്നുകൂടി പഠിക്കണം, ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ അഭ്യർത്ഥന. ഇനി രണ്ടാമത്തത് ഒരു ക്യാപ്സ്യൂൾ പ്രയോഗമാണ്. എഴുതുന്നത് ANB അഡ്വഞ്ചേഴ്സ്. അദ്ദേഹം സെലിംഗംട്രയിലും ഒരു അഡ്വഞ്ചർ കാണിക്കാൻ തീരുമാനിച്ചു. വിവരമില്ലാത്ത വിഷയത്തെപ്പറ്റി ഏലിയാസ് ജോൺ സംസാരിക്കുന്നത് എന്തിനാണ്? ഇന്ത്യ സർക്കാരിന്റെ കടം എത്രയോ ഇരട്ടിയാണ്. ഇന്നലത്തെ കടത്തെക്കുറിച്ചിട്ടുള്ള പ്രോഗ്രാം കണ്ടിട്ടാണ്. ഇന്ത്യ സർക്കാരിന്റെ കടം എത്രയോ ഇരട്ടിയാണ്. VGF കൊടുക്കുന്നത് പോലും കടം വാങ്ങിയാണ്. വളരെ വളരെ ശരിയാണ്. ഇപ്പോൾ കിലുക്കത്തിൽ നമ്മുടെ ഇന്നസെന്റ് പറയുന്നുണ്ടല്ലോ, കിട്ടുണ്ണി പറയുന്നുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞതുവരെ വളരെ വളരെ ശരിയാണ്. അതുപോലെ ANB അഡ്വഞ്ചറേഴ്സിനോട് പറയുകയാണ്, ഇപ്പൊ പറഞ്ഞതുവരെ VGF കൊടുക്കുന്നത് പോലും കടം വാങ്ങിയാണ്. ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റും കടം വാങ്ങുന്നുണ്ട്. അടുത്തത്, ലോകത്തെ ഏറ്റവും വലിയ കടക്കാരൻ അമേരിക്കയാണ്. അടിയട സിമ്പൽ. ഇത് പാർട്ടി ക്ലാസ്, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ കൊടുക്കുന്ന ഗുളികയാണ്. ലോകത്തെ ഏറ്റവും വലിയ കടക്കാരൻ അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരൻ അമേരിക്കയാണെങ്കിൽ ആ കടം ഉപയോഗിച്ച്, ആ കടം വാങ്ങുന്ന പണം ഉപയോഗിച്ച് അവര് ലോകത്തിലെ ഏറ്റവും വലിയ GDPയുടെ വക്താക്കളാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഉൽപാദനം നടത്തുന്നത് അമേരിക്കൻ. ഏകദേശം 25-26%. ലോകത്തിന്റെ ഉൽപാദനത്തിന്റെ 25-26%. അപ്പോ കടം വാങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷെ വാങ്ങുന്ന കടം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ കടം വാങ്ങിയ പണത്തിൽ വിമാനത്തിൽ കയറി ജനീവയിൽ പോയി വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് വെറും കൈയോടെ മടങ്ങി വരുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കി എന്നുള്ളത് അറിയണമെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ദുബായിലും സിംഗപ്പൂരിലും ഒക്കെ നടക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഈ ഗുളികകൾ തൊടുത്തു വിടുന്നവർ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഒരു ഭരണകൂടത്തിന് 10 വർഷം തുടർച്ചയായിട്ട് കിട്ടിയിട്ട് 2.5 ലക്ഷം 3 ലക്ഷം കടത്തിലോട്ട് പോകുമ്പോൾ അത് എന്ത് വികസന പ്രവർത്തനമാണ് ഈ നാട്ടിൽ? അമേരിക്കയെ വിമർശിക്കുന്നയാൾ, ഏറ്റവും കൂടുതൽ കടം വാങ്ങി വിമർശിക്കുന്ന അമേരിക്കൻ സർക്കാർ ആ നാട്ടിലെ പൗരന്റെ അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്ന് അറിയാമോ? $82,340. ഒരാൾക്ക് ആ ഗവൺമെന്റ് കടം വാങ്ങിയതിലൂടെ സൃഷ്ടിച്ച GDP ഉൽപാദനം, ആഭ്യന്തര ഉൽപാദനത്തിലൂടെ പെർ ക്യാപിറ്റ ഇൻകം $82,340 നൽകുമ്പോൾ ഇവിടെ കടം വാങ്ങിയ 2.5 ലക്ഷവും 3 ലക്ഷവും ഒക്കെ കടം വാങ്ങിയ കേരള സർക്കാർ നൽകുന്നത് എത്രയാണെന്ന് അറിയാമോ? $3,252. ഒന്ന് നിങ്ങൾ താരതമ്യം ചെയ്യുക. അമേരിക്കയുടെ 82,000-ഉം കേരളത്തിലെ 3,252. ഈ അജഗജാന്തരം, ഇതാണ് വ്യത്യാസം. ഇപ്പൊ കടം വാങ്ങുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. അദ്ദേഹം എന്നെ കളിയാക്കുന്നുണ്ട്. വിത്തവിദ്യയിലുള്ള അജ്ഞത, ഇക്കണോമിക്സിലുള്ള അജ്ഞത കൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം അഡ്വഞ്ചർ സുഹൃത്തെ, കടം വാങ്ങാത്ത രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്, കടം വാങ്ങാത്ത രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. അവരെങ്ങനെയാണ് കടം വാങ്ങാതെ അവരുടെ രാജ്യത്തെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നിങ്ങൾ തെരഞ്ഞു നോക്കുക.
ഗുളികകൾ വിടാൻ അത് സഹായിച്ചേക്കും. അത്തരം അന്വേഷണങ്ങളും പഠനങ്ങളും ഗുളികകൾ വിടാൻ നിങ്ങളെ സഹായിക്കും. അങ്ങനെ കടം വാങ്ങി മിടുക്കനായ അമേരിക്ക ഇപ്പോൾ ഒറ്റയടിക്ക് 50 രാജ്യങ്ങളെയാണ് വിരട്ടിയിരിക്കുന്നത്. റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയും. നിങ്ങൾ എത്ര താരിഫാണോ ഇങ്ങോട്ട് വയ്ക്കുന്നത് അതിന്റെ ഏകദേശം പകുതിയായിട്ട് തിരിച്ച് അങ്ങോട്ട് ഞങ്ങൾ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും മുട്ടുമടക്കിയല്ലോ. എല്ലാവരും സറണ്ടറായി, എക്സെപ്റ്റ് ചൈന. എന്തുകൊണ്ട് ചൈനയ്ക്ക് അമേരിക്കക്കെതിരെ ശബ്ദമുയർത്താൻ കഴിഞ്ഞു? ചൈന ആഗോള ഉൽപാദനത്തിന്റെ ഏകദേശം 18% GDP സംഭാവന ചെയ്യുന്ന രാജ്യമാണ്. അവർക്ക് മാത്രമാണ് അമേരിക്കയെ വെല്ലുവിളിക്കാൻ അല്പമെങ്കിലും ധൈര്യമുള്ളത്. കേരളത്തിന് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ത്യക്ക് ധൈര്യമുണ്ടോ? അപ്പോ കടം വാങ്ങി, ഇന്ത്യ ആയാലും കേരളമായാലും കടം വാങ്ങി അത് ആഭ്യന്തര ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ച് പ്രതിപ്രവർത്തനത്തിലൂടെ ആഭ്യന്തര ഉൽപാദനം കൂട്ടിയാൽ അതിനെ ന്യായീകരിക്കും. അല്ലാതെ ശമ്പളം, പെൻഷൻ, പലിശയ്ക്ക് വേണ്ടി മാത്രം കടം വാങ്ങുന്ന കേരള സർക്കാരിന്റെ നയത്തെ ഒരു സാമ്പത്തിക വിദഗ്ധനും അനുകൂലിക്കില്ല. അതാണ് ഇന്നലെ കടം വാങ്ങുന്നതിനെ കുറിച്ച് സേലിംഗം പരാമർശിച്ചത്. കേരളം കടം വാങ്ങി ഇവിടുത്തെ ആഭ്യന്തര ഉൽപാദനം കൂട്ടുന്ന തരത്തിൽ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ കരിമണലിന്റെ വാല്യൂ അഡീഷൻ നടത്താൻ, അല്ലെങ്കിൽ നീരയുടെ ഉൽപാദനം കൂട്ടാനൊക്കെയാണ് ഈ കടം വാങ്ങുന്നതെങ്കിൽ 100% ശ്രീ KN ബാലഗോപാലിനെ സേലിംഗ് കമ്മിറ്റി അഭിനന്ദിക്കും. പക്ഷെ അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് കടം വാങ്ങുന്ന പണമെടുത്ത് കാർ ഓടിക്കാനും പെട്രോൾ അടിക്കാനും അല്ലാതെ വേറൊന്നിനും ചെലവഴിക്കുന്നില്ല എന്നുള്ള വിവരം മനസ്സിലാക്കിയതിലൂടെയാണ് ഇങ്ങനെ പ്രതികരിക്കുവാനും സേലിംഗ് കമ്മിറ്റിയുടെ നയം മാറ്റുവാനും തീരുമാനിച്ചത്. അദ്ദേഹത്തിന് അഡ്വഞ്ചർ അവസാനം ഒരു ഉപദേശം കൂടെയുണ്ട്. സാർ, വിദേശ കപ്പൽ സേവന കമ്പനികളുടെയും തുറമുഖങ്ങളുടെയും കാര്യം പറയുക എന്ന് പറഞ്ഞാൽ സേലിംഗ് കമ്മിറ്റി വേറൊന്നും പറയാൻ പാടില്ല. എത്ര കപ്പൽ വരുന്നു, എത്ര കപ്പൽ പോകുന്നു, അത് എങ്ങോട്ട് പോകുന്നു, എത്ര കണ്ടെയ്നർ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ വേണ്ടിയല്ല ഈ തുറമുഖത്തിന് വേണ്ടി കഴിഞ്ഞ 30 വർഷവും പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി. അതിന്റെ കാറ്റലിസ്റ്റാണ് ഈ തുറമുഖം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മോശമായ സാമ്പത്തിക സമീപനങ്ങളെ ഇനിയും സധൈര്യം ചോദ്യം ചെയ്യും, വെല്ലുവിളിക്കും.